ആദ്യത്തെ ഡിസൈനർ സൂ. വലുപ്പത്തിന്റെ കാര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക്. 336 ഏക്കർ വിസ്തൃതിയിൽ 300-ലധികം കോടി രൂപ ചെലവഴിച്ചു 3 ഘട്ടങ്ങളിലായി നിർമ്മിച്ച പാർക്കാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക്. 23 തീം സോണുകളിലായി വന്യമൃഗങ്ങൾക്ക് സ്വാഭാവികമായുള്ള വാസകേന്ദ്രങ്ങളും തുറന്ന കൂടുകളുമാണ് തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ പ്രത്യേകതകൾ. വളരെ സുരക്ഷിതത്വത്തോടെയും പ്രത്യേകം സജ്ജമാക്കിയും ഒരുക്കിയിട്ടുള്ള കൂട്ടിനുള്ളിൽ 30ഓളം ഇനങ്ങളിൽപ്പെട്ട പക്ഷികളിലൂടെയാണ് മൃഗശാലയിലെ അത്ഭുതകരമായ കാഴ്ചയുടെ തുടക്കം. മുൻപുണ്ടായിരുന്ന തൃശൂർ മൃഗശാലയിൽ നിന്നും കൊണ്ടുവന്ന മുതലകളെയും ഇവിടെ കാണാം. പക്ഷി വിഭാഗത്തിൽപ്പെട്ട പെലിക്കൻ, നീർക്കാക്കകൾ, എരണ്ട എന്നിവയെയും ബ്രാഹ്മണിക്കൊക്ക്, മയിലുകൾ തുടങ്ങിയവയെയും കണ്ട് നടത്തം തുടരാം. മ്ലാവ്, പുള്ളിമാൻ, പന്നിമാൻ തുടങ്ങിയ 3 ഇനം മാനുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൃശൂർ മൃഗശാലയിൽ നിന്നുമാണ് ഇവ എത്തിയിട്ടുള്ളത്. സന്ദർശക ഗാലറിയിൽ നിന്നുകൊണ്ട് ഗ്ലാസ് ഭിത്തിക്കുള്ളിലൂടെ നമുക്കവയെ വേണ്ടുവോളം അടുത്തു കാണാൻ സാധിക്കും. സന്ദർശക ഗാലറി മാത്രമല്ല, ഇത് കൂടാതെ തന്നെ എല്ലാ മൃഗങ്ങളെയും അടുത്തു കാണാനായി ഓപ്പൺ വ്യൂ പോയിന്റ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മൃഗശാലയിലെ ഏറ്റവും ഭംഗിയേറിയ കാഴ്ചകൾ വരുന്നത് ഇവിടുത്തെ തന്നെ മറ്റൊരു സോണായിട്ടുള്ള സൈലന്റ് വാലി സോണിലാണ്. മൃഗശാലയിലെ മുഴുവൻ പച്ചപ്പും കുളിർമയും കൂടി നിൽക്കുന്ന പോലെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇവിടെ വിവിധ ഇനങ്ങളിൽപ്പെട്ട കുരങ്ങുകളെയും കാണാൻ സാധിക്കും. ഇനി കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ ബിഗ് ക്യാറ്റ് സോണിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം പുലിയെയും പിന്നീട് കടുവയെയും ചില്ല് ഗ്ലാസ്സിലൂടെ അടുത്തു കാണാൻ സാധിക്കും. നിലവിലിവിടെ കടുവയും ഹേമു, ബാലൻ എന്ന് വിളിക്കുന്ന 2 കടുവകളും മാത്രമേ ഉള്ളൂ. തൃശൂരിൽ നിന്നും മാത്രമല്ല, തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും എത്തിച്ച കാട്ടുപോത്തുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ സുലുലാൻഡ് സോണാണ്. അവിടുത്തെ മൃഗങ്ങളുടെയും വിസ്മയകരമായ കാഴ്ചയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ജിറാഫ്, സീബ്ര തുടങ്ങിയ മൃഗങ്ങളെയും ഇവിടെ കാണാൻ സാധിക്കും. ഒട്ടകപക്ഷി എമു, അമേരിക്കൻ ഒട്ടകപക്ഷി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ അവസാനത്തെ ഇടം ഈ സോണകളുടെ ഇടമാണ്. തൃശൂർ മൃഗശാലയിൽ നിന്ന് ഹിപ്പോപ്പൊട്ടാമസും മുതലയും പക്ഷികളും പാമ്പുകളും ഇവിടെ എത്തുന്നുണ്ട്. ഓരോ ജീവികൾക്കും അനുയോജ്യമായ ആവാസ വ്യവസ്ഥയൊരുക്കുന്ന കൂടുകൾ ആധുനിക രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഭക്ഷണം കൊടുക്കാനും അവയ്ക്ക് വിശ്രമിക്കാനുമുള്ള ക്രൗൾ ഏരിയ എന്നറിയപ്പെടുന്ന മൃഗങ്ങളുടെ സ്വകാര്യമായ ഇടം കൂടിയുണ്ട് ഇവിടെ. മൃഗങ്ങൾക്കിവിടെ സ്വതന്ത്രമായി നടക്കാനും കിടക്കാനുമുള്ള ഇടമാണ് എക്സസൈസ് ഏരിയ. മൃഗങ്ങൾ എക്സിബിറ്റ് ഏരിയയിൽ വരുമ്പോഴാണ് അവയെ കാണാൻ സാധിക്കുന്നത്. പാർക്ക് പ്രത്യേകമായി ചുറ്റിക്കാണാനും 4 സ്റ്റോപ്പുകളോട് കൂടിയ KSRTCയുടെ ഇലക്ട്രിക് ബസ് സർവീസും ഉണ്ട് ഇവിടെ. 4 സ്റ്റോപ്പുകളിൽ ഇറങ്ങി സന്ദർശകർക്ക് കാഴ്ചകൾ കാണാം. കാഷ്യൂ ജംഗ്ഷൻ, ബിഗ് ക്യാറ്റ് ഏരിയ, ആഫ്രിക്കൻ സോൺ, ഗ്രാസ്ലാൻഡ് സോൺ എന്നിവയാണ് ഈ 4 സ്റ്റോപ്പുകൾ. മൃഗശാലയിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഇടം സൈലന്റ് വാലി ഏരിയയാണ്. മലനിരകളിൽ കാണപ്പെടുന്ന മരങ്ങളും ചെടികളുമാണ് ഇവിടെ വളരുന്നത്. അതിനാൽ അവയുടെ പച്ചപ്പും തണുപ്പും കാരണം സൂവിലെ ഈ ഒരിടത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണുള്ളത്. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന ജീവികളെയാണ് ഈ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സിംഹവാലൻ കുരങ്ങുകളും വൈകാതെ തന്നെ ഈ ഇടം സ്വന്തമാക്കും. വിവിധ തരം പക്ഷികൾക്കും പാമ്പുകൾക്കും ഉരകവർഗത്തിൽപ്പെട്ട മറ്റു ജീവികൾക്കും വേണ്ടി ഐവറി സോൺ, റെപ്റ്റൈൽ സോൺ എന്നിങ്ങനെ മറ്റു സോണുകൾ കൂടിയുണ്ട്. ലഘുഭക്ഷണത്തിനും വിശ്രമിക്കാനുമായി 5 ഇടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സന്ദർശകർക്ക് ക്ലോക്ക് റൂമും സജ്ജമാക്കും. ഇതുകൂടാതെ പാർക്കിനുള്ളിൽ 4 ഇടങ്ങളിലായി കംഫർട്ട് സ്റ്റേഷനും ഫുഡ് കോർട്ടുകളും സ്റ്റാളുകളും ഒരുക്കും. അത്ഭുത കാഴ്ചകളെ മനോഹരമാക്കുന്നതിനായി ഡീർ സഫാരിയും പെറ്റിംഗ് സൂവും ഹോളോഗ്രാം സൂവും ഒരുങ്ങുന്നതോടെ ഇതൊരു വിസ്മയ ലോകമായി തന്നെ മാറും. വന്യജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെർച്വൽ റിയാലിറ്റിയിലൂടെ ദൃശ്യാനുഭവത്തോടെ അവതരിപ്പിക്കുന്നതാണ് ഹോളോഗ്രാം സൂ. 70 ഏക്കറോളം സ്ഥലത്താണ് ഡീർ സഫാരിയുടെ പണി നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്തെങ്കിലും മൃഗശാല കാണാൻ പൊതുജനത്തിന് കുറച്ചുകൂടെ കാക്കേണ്ടി വരും. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, വിവിധ സംഘടനകൾ, ജനപ്രതിനിധികൾ എന്നിവർക്കാണ് ആദ്യഘട്ടത്തിലെ സന്ദർശനത്തിന് അവസരം. ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ജനുവരി മുതൽ പൂർണ്ണമായും ജനത്തിന് ലഭ്യമാകും. ആകെ 8 ടിക്കറ്റ് കൗണ്ടറുകളാണ് നിലവിലുള്ളത്. അടുത്ത മാസങ്ങളോടുകൂടി വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ മൃഗങ്ങളെ പാർക്കിലെത്തിക്കും. ആകെ 511 ജീവജാലങ്ങളാണ് ഇവിടെ ഉണ്ടാവുക.